ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി മനുഷ്യപുത്രനായി മണ്ണിൽ പിറന്ന മരക്കുരിശിൽ മരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സോഷ്യൽ മീഡിയയിലെ ക്രൈസ്തവ ഐക്യം തകർത്തതാര് എന്ന വീഡിയോ പരമ്പരയിലുള്ള വീഡിയോകൾ ദൈവം അനുവദിച്ച പുറകെ വരുന്നതാണ്. ഇപ്പോൾ വേറൊരു വിഷയത്തിലുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ബൈബിൾ വിമർശകന്മാർ ബൈബിളിനെതിരെ അല്ലെങ്കിൽ ബൈബിളിലെ ദൈവത്തിനെതിരെ ഉന്നയിക്കുന്ന ധാരാളം ആരോപണങ്ങളുണ്ട്. യഹോവയായ ദൈവം ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്നുള്ളതാണ് അതിലൊന്ന്. ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാതിരിക്കേണ്ടതിന് യഹോവ ആദ്യമേ തന്നെ ഫറവോയുടെ ഹൃദയം കഠിനമാക്കുന്നു. എന്നിട്ട് ജനത്തെ വിട്ടയച്ചില്ല എന്ന കുറ്റം ചുമത്തി ഫറവോനെയും മിസ്രയീമിനെയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിലെന്ത് നീതിയാണ് ഉള്ളത് എന്നാണ് വിമർശകന്മാരുടെ ചോദ്യം. ഒറ്റ നോട്ടത്തിൽ ആ ചോദ്യം ശരിയാണല്ലോ എന്ന് ആർക്കും തോന്നിപ്പോകാം. കാരണം ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും എന്ന് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് മോശയോടാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 4 വരെ. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹ്റോൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കൂ. മിസ്രയീം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എന്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. പുറപ്പാട് 7-ാം അധ്യായം 2 മുതൽ 4 വരെ. ഈ വേദഭാഗം ഓടിച്ചു വായിക്കുന്ന ഏതൊരാൾക്കും വിമർശകരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നാം. എന്നാൽ ശരിയായ രീതിയിൽ ഇത് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ വിമർശകരുടെ വാദം വെറും പൊള്ളയാണ്, യാതൊരു അടിസ്ഥാനവുമില്ല, കഴമ്പുമില്ല എന്ന് മനസ്സിലാകും. ഈ ആരോപണത്തിന് പണ്ട് ഫേസ്ബുക്കിൽ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുള്ളതാണ്. ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ മറുപടി കൊടുത്തിരുന്നു, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ. അത് കഴിഞ്ഞ് സത്യമാർഗം.org ആ മറുപടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ആരോപണത്തിന് മാത്രമുള്ള മറുപടിയല്ല കേട്ടോ, ഇതിന് മാത്രമല്ല പല ആരോപണങ്ങൾക്കും ഈജിപ്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫറവോനുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലെ ആദ്യജാതന്മാരെ സംഹരിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മറുപടി എഴുതി പോസ്റ്റ് ചെയ്തിരുന്നു. ഈജിപ്തിലെ ആദ്യജാതന്മാരുടെ സംഹാരത്തെ കുറിച്ച്, അയ്യോ കൊച്ചു കുഞ്ഞുങ്ങളെ, നവജാത ശിശുക്കളെ വരെ യഹോവ കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചവന്മാർ കുറെ കിടന്ന് കരഞ്ഞതാ. ഞങ്ങൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തിരുന്നു. പിന്നെ അവർക്ക് അവിടെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ ടീമിനാണ്. ഏതാണ്ട് ഒരു 8-9-10 കൊല്ലത്തോളം മുമ്പാണ് ഞങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഇതിന് മറുപടി കൊടുത്തതും പിന്നീട് ഇതിനകത്തിട്ടതും. ഈ സത്യമാർഗം.org നമ്മൾ ഇടുകയൊക്കെ ചെയ്തത് പിന്നീടാണ്. നിർഭാഗ്യവശാൽ ബൈബിൾ വിമർശകന്മാരിൽ 90% പേരും അക്ഷരവിരോധികളാണ്. അക്ഷരവിരോധികളായതുകൊണ്ട് വായിക്കുക എന്നുള്ളത് അവർക്ക് അലർജിയാണ്. അതുകൊണ്ട് ഈ വിമർശനത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടി ഒന്നും അവർ വായിച്ചു നോക്കിയിട്ടില്ല. അവർ വീഡിയോ കാണുള്ളൂ. രവീന്ദ്രനെ പോലെയുള്ളവര്, ജബ്ബാർ മാഷെ പോലെയുള്ളവർ, അങ്ങനെയൊക്കെയുള്ള ടീമുകളുടെയൊക്കെ വീഡിയോ കാണും, അതേ ഉള്ളൂ. അല്ലാതെ വായിച്ചു നോക്കലില്ല. ഈ ക്ലബ് ഹൗസിലൊക്കെ ഈ കാര്യം പറഞ്ഞ് നിരീശ്വരവാദികൾ മാത്രമല്ല, യഹോവയ്ക്കെതിരെയുള്ള ഈ കാര്യം പറഞ്ഞ് നിരീശ്വരവാദികളും പിന്നെ ഗ്ലോറിയസ് ഗോസ്പലുകാരുണ്ട്, ഈ ശിവു പിടിയേക്കലിന്റെ ടീം. അവർ മാത്രമല്ല, ഇപ്പോ റോമൻ കത്തോലിക്കര് വരെ ബൈബിളിനെതിരെയും യഹോവയ്ക്കെതിരെയും സംസാരിക്കുകയാണ്. പ്രമുഖരായ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകൾ വരെ യഹോവയെ തള്ളിപ്പറയാണ്, യഹോവനെ ചീത്ത വിളിക്കുന്നുണ്ട്. പല കത്തോലിക്ക റൂമുകളിൽ നിന്നുമുള്ള ക്ലിപ്പുകൾ ഞാൻ കേട്ടിരുന്നു. പലരും എനിക്ക് ക്ലിപ്പുകൾ അയച്ചു തന്നിരുന്നു. ക്ലബ് ഹൗസിലെ പ്രമുഖ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റായ ടിഫ്സൺ തോമസ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ തനിക്ക് ആവശ്യമില്ലെന്നാണ്. അതായത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യുന്ന ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമേ ഇല്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് ഞാൻ പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല, യഹോവയ്ക്ക് പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നാണ് ടിഫ്സൺ തോമസ് പറഞ്ഞത്. ആരാണെന്ന് ആലോചിച്ച് നോക്കണം. ക്ലബ് ഹൗസിലെ പ്രമുഖ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റാണ് ടിഫ്സൺ തോമസ്. കത്തോലിക്കറിലെ ഒരു അപ്പോളജിസ്റ്റിന്റെ ഗതി ഇതാണെങ്കിൽ സാധാരണ അതിനകത്തുള്ള വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ ക്ലിപ്പ് കേട്ട് നോക്കിക്കോ, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ ഒരു ദൈവം യഥാർത്ഥത്തിൽ ഉള്ളതെങ്കിൽ ആ ദൈവത്തെ ഞാൻ ഒരു പട്ടിയുടെ വില പോലും നൽകത്തില്ല. കാരണം എന്നെ സ്നേഹിക്കാത്ത, എന്നെ പരിഗണിക്കാത്ത, സ്വന്തം തോന്നിവാസം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നല്ലവനാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് വാണ്ട് മൈൻഡ് ഹിം.
അവന് ഇഷ്ടമുള്ളപ്പോ എന്നെ കൊല്ലും, അവന് ഇഷ്ടമുള്ളപ്പോ എന്നെ ക്യാൻസർ രോഗിയാവും, അവന് ഇഷ്ടമുണ്ടെങ്കിൽ നരകത്തിലിടും, അവന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് ഒറ്റയിടത്ത് മാത്രമല്ല ടിസൺ ഇത് പറയുന്നത്, വേറെ റൂമുകളിൽ ഇത് പറയുന്നുണ്ട്, വേറെ റൂമുകൾ കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാണ്, അജിബദർ ഇന്നലെ അവതരിപ്പിച്ച യഹോവയെ, ആ യഹോവയ്ക്ക് ഞാൻ ഒരു പട്ടിയുടെ വില പോലും നൽകത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുകയോ ഞാൻ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു ദൈവമല്ല അജി മുന്നോട്ട് വെച്ചത്. ഒരു പട്ടിയുടെ വില പോലും അജി മുന്നോട്ട് വെച്ച ദൈവത്തിന് ഞാൻ കൊടുക്കത്തില്ല. സത്യമാർഗത്തിലുള്ള ലേഖനങ്ങളെല്ലാം വീഡിയോ രൂപത്തിലാക്കണമെന്ന് പലരും എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 5-6 6 അതിലും കൂടുതൽ വർഷങ്ങളായി. ഞാനത് ഓരോ പ്രാവശ്യം പിന്നെ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ അങ്ങോട്ട് നീട്ടിവെക്കുകയാണ്. അങ്ങനെ നീട്ടിവെച്ചതിന്റെ ദോഷം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇക്കൂട്ടർ അക്ഷരവിരോധികളായതുകൊണ്ട് വായിക്കുകയില്ലെങ്കിലും വീഡിയോകൾ കാണാറുണ്ട്. ആ ലേഖനങ്ങളൊക്കെ വീഡിയോ ആക്കി ഇറക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരത് കാണുമായിരുന്നു. വായിക്കുന്നതിനെ അവർക്ക് പ്രശ്നമുള്ളൂ, കേൾക്കുന്നതിന് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നതിന് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് മുൻപേ വീഡിയോ ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ യഹോവയെ തെറിവിളിച്ച് ഇവരിങ്ങനെ സ്വയം അപമാനിതരാകില്ലായിരുന്നു. യഹോവയെ തള്ളിപ്പറഞ്ഞ് റോമൻ കത്തോലിക്കരും അപമാനിതരാകില്ലായിരുന്നു. ദൈവം ഒരാളുടെ ഹൃദയത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രക്തം പമ്പ് ചെയ്യുന്ന ഇവിടത്തെ ഈ അവയവമല്ല, നെഞ്ചിനകത്തുള്ള അവയവത്തെ കുറിച്ചല്ല ഹൃദയം എന്ന് പറയുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഹൃദയം എന്ന വാക്കിന്റെ പ്രാഥമികമായ അർത്ഥം മനസ്സ് എന്നാണ്. മനസ്സ്, ആശയം, നെഞ്ച്, ഇങ്ങനെ കുറെ അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥമാണ് രക്തം പമ്പ് ചെയ്യുന്ന അവയവം എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഈ നിരീശ്വരവാദികളും ടീമുകളും ഒക്കെ എതിർത്തുകൊണ്ട് വരും. ഇപ്പൊ ഈ വിമത കത്തോലിക്കരായിട്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. റോമൻ കത്തോലിക്കരാണെന്നും പറഞ്ഞ് നടക്കുന്ന വിമത ടീമുകൾ അവരും ഉണ്ട്. അപ്പൊ അവന്മാര് നിരീശ്വരവാദിയാണോ? അല്ല. കാരണം നിരീശ്വരവാദികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ദൈവവിശ്വാസികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇവരെല്ലാം എക്സ് കത്തോലിക്കരാണ്. റോമൻ കത്തോലിക്ക വിട്ട് നിരീശ്വരവാദികളായി പോയ ആൾക്കാരൊക്കെ ഇപ്പൊ തിരിച്ച് കത്തോലിക്കരാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. കത്തോലിക്കരാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവര് ദൈവവിശ്വാസികളൊന്നും അല്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക വേഷം ധരിച്ചു വന്നിരിക്കുന്ന ടീമുകളാണ്. അപ്പൊ ഈ ഇവന്മാരൊക്കെ ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തുവാടേ ഇത് ബൈബിളിന്റെ അകത്ത് ഹൃദയം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, ഹൃദയത്തിൽ ചിന്തിച്ചു, ഹൃദയം അങ്ങനെ ചെയ്തു. അത് ജബ്ബാർ മാഷും അക്ബറും തമ്മിലുള്ള ഡിബേറ്റിന്റെ ശേഷമാണ് ഈ ചോദ്യം. ബൈബിളിലും ഉണ്ടല്ലോ ദൈവം ഹൃദയത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇവന്മാർക്ക് ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ച് ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം, അത്രമാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഭാഷാപരമായ ആ വാക്കിന് വേറെ അർത്ഥമുണ്ട്. അതിന്റെ പ്രാഥമികമായ അർത്ഥം എന്താണ്, ഇതൊന്നും അവർ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അക്ബർ അത് നോക്കിയില്ല. അക്ബറിന് അത് പറഞ്ഞാൽ മതിയായിരുന്നു. ജബ്ബാർ മാഷായിട്ടുള്ള ഡിബേറ്റിന്റെ സമയത്ത് ഹാർട്ടിന്റെ അകത്ത് തലച്ചോറുണ്ട് എന്നൊക്കെയുള്ള പോലത്തെ മണ്ടത്തരം പറയേണ്ടതൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് ആ വാക്കിന്റെ അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, അവിടെ തീർന്നേനെ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ മുമ്പേ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അതിന്റെ അനന്തരഫലമാണ് ഈ കാണുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദൈവം ഒരാളുടെ ഹൃദയത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? മാനുഷിക രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണോ അത്? മാനുഷിക രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മനസ്സിനെ കഠിനമാക്കുക. ദൈവം അവന്റെ മനസ്സ് കഠിനമാക്കി കളഞ്ഞു. ഈ ഫറവോന്റെ മനസ്സ്, അവന് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ, മോശെ അവനോട് പറഞ്ഞ കാര്യങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കാൻ പറ്റാത്ത വണ്ണം അവന്റെ മനസ്സിനെ ദൈവം തന്നെ അങ്ങോട്ട് തിരിച്ചു കളഞ്ഞു. ദൈവം തന്നെ കഠിനമാക്കി കളഞ്ഞോ? അങ്ങനെയാണോ ബൈബിള് പറയുന്നത്? മാനുഷിക രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ. ബൈബിളിൽ ആ പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് പുറകെ നോക്കാം. ഇപ്പൊ നമുക്ക് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കാം. മോശെ ഫറവോയുമായി ഏറ്റുമുട്ടാൻ പോകുന്നതിന് മുൻപാണ് ഈ സംഭാഷണം നടക്കുന്നത്. ബൈബിളിലെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും പ്രസ്താവിക്കുന്ന ദൈവമാണ് ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന യഹോവയായ ദൈവം. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമൊക്കെ ആദ്യമേ പറയുന്നൊരു ദൈവം. അപ്പോ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഫറവോനോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം യഹോവ മോശയോട് മുൻപേ തന്നെ അറിയിച്ചു കൊടുക്കുന്നതാണ് ഇത്. ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുകയും യഹോവ ഫറവോയുടെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ
എപ്പോൾ മുതലാണ് യഹോവ ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതായി ബൈബിൾ പറയുന്നത് എന്ന കാര്യം പലരും ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ യഹോവ ഈ പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് തിരിയുകയുള്ളൂ. മൊത്തം 11 പ്രാവശ്യം യഹോവയുടെ ഹൃദയ കാഠിന്യത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായി ഫറവോയുടെ ഹൃദയം കഠിനമായ സന്ദർഭം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹ്റോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഫറവോ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. ഫറവോ അവന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നു. മനസ്സിലായോ? ഈ മോശയിലൂടെ സംസാരിച്ചത് മോശ സംസാരിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവന് താല്പര്യമില്ല, അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അവന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ദൈവം മോശയോട് പറയുന്നത് ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു എന്ന്. ഇവിടെ യഹോവയല്ല ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തിയത്. ഞാൻ കഠിനപ്പെടുത്തി എന്നല്ല ദൈവം പറയുന്നത്, അവന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. ഫറവോ സ്വയം തന്റെ ഹൃദയത്തെ കഠിനമാക്കുകയായിരുന്നു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫറവോ മോശയുടെയും അഹ്റോന്റെയും വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അവരുടെ പ്രവൃത്തികളെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു. അഹ്റോന്റെ വടി പാമ്പായി മാറി. അഹ്റോൻ വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി. അപ്പൊ അതൊരു അത്ഭുതമാണ്. എന്നാൽ അത് തന്നെ ഈജിപ്തിലെ മന്ത്രവാദികളും ചെയ്യുന്നുണ്ട്. അവരും കൊണ്ടുവന്ന് വടി നിലത്തിട്ടു, അതും പാമ്പായി. അപ്പൊ സ്വാഭാവികമായിട്ട് ഫറവോന് ചിന്തിക്കാം, ഇത് കേവലം മന്ത്രവിദ്യയാണ്, ഈ മോശയും അഹ്റോനും കൊണ്ടുവന്നത് മന്ത്രവിദ്യയാണ്, എന്റെ മന്ത്രവാദികൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, അവിടെ നമുക്ക് ഫറവോനെ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താണ്? അഹ്റോന്റെ വടി, അല്ലെങ്കിൽ പാമ്പായി തീർന്ന അഹ്റോന്റെ വടി ഈ മിസ്രൈമ്യ മന്ത്രവാദികളുടെ വടികളെയൊക്കെ വിഴുങ്ങിക്കളയാണ്. പാമ്പുകളായിരിക്കാണല്ലോ, ആ പാമ്പുകളായി തീർന്ന ആ വടികളെയൊക്കെ അത് വിഴുങ്ങിക്കളയാണ്. അത് കാണുമ്പോൾ ഫറവോൻ ചിന്തിക്കണമായിരുന്നു, ഇവര് കേവലം മന്ത്രവാദത്താൽ ചെയ്യുന്നതല്ല, ഇതിന്റെ പുറകിൽ വേറൊരു ശക്തി തന്നെയാണ് ഉള്ളത്, ദൈവം തന്നെയാണ് ഉള്ളത്. ഇവർ പറയുന്നത് സത്യം തന്നെയാണ്. എന്റെ മന്ത്രവാദികളെക്കാൾ, ഞാൻ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന മന്ത്രവാദികളെക്കാൾ ശക്തിയുള്ള ആരോ ഇവരുടെ പുറകിൽ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കണമായിരുന്നു. അവൻ ചിന്തിച്ചത് ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചിരുന്നെങ്കിൽ അവർ പിന്നീട് ഈ 10 ബാധകളും ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഫറവോൻ ചെങ്കടലിൽ മുങ്ങിച്ചാകില്ലായിരുന്നു. ഇതൊന്നുമില്ല, അവൻ ആദ്യമേ അത് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ അവൻ ചെയ്തില്ല. അത് അവൻ സ്വയം ചെയ്യാതിരുന്നതാണ്, അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കിയതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സന്ദർഭം നോക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മോശയും അഹ്റോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു. നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു. നദിയിലെ മത്സ്യം ചാകുകയും നദി നാറുകയും ചെയ്തു. നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രയീമ്യർക്ക് കഴിഞ്ഞില്ല. മിസ്രയീം ദേശത്തെല്ലായിടവും രക്തം ഉണ്ടായിരുന്നു. മിസ്രയീമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഫറവോൻ തിരിഞ്ഞ് തന്റെ അരമനയിലേക്ക് പോയി, ഇതും അവൻ ഗണ്യമാക്കിയില്ല. പുറപ്പാട് 7-ന്റെ 20 മുതൽ 23 വരെ. അപ്പൊ ഇവിടെയും പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല എന്നാണ് പറയുന്നത്. അവൻ അവരെ ഗണ്യമാക്കിയതേ ഇല്ല, ശ്രദ്ധിച്ചില്ല, മൈൻഡ് ചെയ്യുന്നില്ല. മോശയെയും അഹ്റോനെയും ഫറവോ മൈൻഡ് ചെയ്തതേ ഇല്ല. അവൻ അവന്റെ വഴിക്ക് പോവുകയാണ്. മനസ്സിലായി? അവന്റെ ഇഷ്ടപ്രകാരം, അവന്റെ താല്പര്യത്തിനൊത്ത വഴി. മോശയും അഹ്റോനും പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വഴിയാണ്. ആ വഴി അവന് വേണ്ട. മോശയും അഹ്റോനും പറഞ്ഞതോ അല്ലെങ്കിൽ മോശ ചെയ്തതായ അത്ഭുതമോ ഒന്നും ശ്രദ്ധിക്കാതെ, അതൊന്നും ഗണ്യമാക്കാതെ അവൻ തന്റെ ഇഷ്ടത്തിന് അങ്ങ് പോയി. ഇവിടെയും ഫറവോ തന്റെ ഹൃദയം സ്വയം കഠിനമാക്കുകയായിരുന്നു, അല്ലാതെ യഹോവ അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയായിരുന്നില്ല എന്ന് കാണാം. ഇനി നമുക്ക് മൂന്നാമത്തെ സന്ദർഭം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട്,
മിസ്രയീം ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിന്മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ അഹരോൻ മിസ്രയീമിലെ വെള്ളങ്ങളിന്മേൽ കൈനീട്ടി. തവള കയറി മിസ്രയീം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രയീം ദേശത്ത് തവള കയറുമാറാക്കി. എന്നാൽ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു, തവള എന്നെയും എന്റെ ജനത്തെയും വിട്ടു നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിൻ. എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. മോശെ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. നാളെ എന്നവൻ പറഞ്ഞു. ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ. തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും നിന്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗൃഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി. അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു. എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടാറേ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല. പുറപ്പാട് 8:5 മുതൽ 15 വരെ. ഇവിടെയും പറയുന്നത് സ്വൈര്യം വന്നു എന്ന് കണ്ടപ്പോൾ ഫറവോ അവരെ ശ്രദ്ധിച്ചതേയില്ല എന്നാണ്. ഫറവോന് ഫറവോന്റെ വഴി, ദൈവത്തിന്റെ വഴി അവന് വേണ്ട. ദൈവത്തിന്റെ ഉപദേശമോ മോശയിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയോ ഒന്നും ശ്രദ്ധിക്കാൻ അവന് മനസ്സില്ല. മോശയ്ക്ക് താൻ കൊടുത്ത വാക്ക് പാലിക്കാതെ അവൻ തന്റെ ഇഷ്ടത്തിനാണ് മുന്നോട്ട് പോയത്. മോശയോട് പറഞ്ഞിരുന്നു, ഈ തവളനെയൊക്കെ നീ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടയക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. ഒന്നും ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യാതെ അവൻ തന്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെയും യഹോവയല്ല ഫറവോ തന്നെത്താൻ തന്റെ ഹൃദയം കഠിനമാക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 4ാമത്തെ സന്ദർഭം നോക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെ. അപ്പോൾ യഹോവ മോശയോട്, നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന് അഹരോനോട് പറയുക. അത് മിസ്രയീം ദേശത്തെല്ലായിടവും പേൻ ആയിത്തീരും എന്ന് കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പേൻ ആയി തീർന്നു. മിസ്രയീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേൻ ആയി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 8:16 മുതൽ 19 വരെ. ഇവിടെ മോശയുടെയും അഹ്റോന്റെയും വാക്കുകൾ മാത്രമല്ല ഫറവോ ശ്രദ്ധിക്കാതിരുന്നത്, ഫറവോന്റെ കൂടെയുള്ളവരുടെ വാക്കുകളും അവൻ ശ്രദ്ധിച്ചില്ല. ഫറവോയുടെ മന്ത്രവാദികള് വളരെ വ്യക്തമായി തന്നെ ഫറവോനോട് പറഞ്ഞു, ഈ മോശയും അഹ്റോനും കാണിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വിരലാണ്, ദൈവത്തിന്റെ കൈയാണ് അതിന്റെ പുറകിലുള്ളത്, അഥവാ വെച്ചാൽ ദൈവ പ്രവൃത്തിയാണിത്. എന്നിട്ടും ഫറവോ അവരുടെ വാക്ക് കേൾക്കുന്നില്ല. ഇപ്പോഴും തന്റെ വഴിക്ക് തന്നെ അവൻ പോവുകയാണ്. മിസ്രയീമ മന്ത്രവാദികൾക്ക് മനസ്സിലായി എന്താണ് ഇവർ ചെയ്തതെന്നുള്ളത്. ഈ അഹ്റോനും മോശയും എന്താണ് ചെയ്തെന്നുള്ളത്. നിലത്തെ പൊടിയിൽ നിന്ന് ജീവനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പേനെന്ന് പറയുന്നത് ജീവനുള്ള ഒരു ജീവിയാണല്ലോ. അപ്പം പൊടി എന്ന് പറഞ്ഞാൽ നിർജീവമായ ഒന്നാണ്. നിർജീവ വസ്തുവിൽ നിന്ന് ജീവൻ ഉണ്ടാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും സാധിക്കുകയില്ല, ഒരാൾക്കും പറ്റുകയില്ല. നമുക്കറിയാം, ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിലത്തെ പൊടിയിൽ നിന്നാണ് ദൈവമല്ല ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. പറവകളുടെ കാര്യത്തിൽ ആകാശത്തിൽ പറവകൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, ഉണ്ടായി. വെള്ളത്തില് കൂട്ടമായി ജലജന്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, ഉണ്ടായി. എന്നാൽ ഭൂമിയിൽ നടക്കുന്ന ജന്തുക്കളുടെ കാര്യത്തിൽ പറയുന്നത് നിലത്തെ പൊടിയിൽ നിന്ന് ഉണ്ടായി വരട്ടെ എന്നാണ് പറയുന്നത്, നിലത്തെ മണ്ണിൽ നിന്ന് ഉണ്ടായി വരട്ടെ എന്നാണ് പറയുന്നത്. മനുഷ്യനെയും അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചത്, നിലത്തെ പൊടിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇവർക്കറിയാം അത് നിർജീവമായ പൊടിയിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അവര് ഫറവോനോട് അത് പറഞ്ഞത്. അപ്പൊ ഫറവോൻ അവരുടെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. അവൻ സ്വയം തന്റെ ഹൃദയം കഠിനപ്പെടുത്തി തന്റെ വഴിക്ക് തന്നെ പോവുകയാണ്, തന്റെ ഇഷ്ടത്തിന് പോവുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി എന്താണ്, അതൊന്നും അവൻ അറിയേണ്ട കാര്യമില്ല. അതിനുവേണ്ടി അവൻ ചെവി കൊടുക്കുന്നതേയില്ല. ഇനി നമുക്ക് 5-ാമത്തെ സന്ദർഭം നോക്കാം.
ഫറവോ തന്റെ ഹൃദയം കഠിനമാക്കിയതായി പറയുന്ന 5-ാമത്തെ സന്ദർഭം പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിൽക്കാം. അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. നീ എന്റെ ജനത്തെ വിട്ടയക്കില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗൃഹങ്ങളിലും നായീച്ചയെ അയക്കും. മിസ്രയീമ്യരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായീച്ച കൊണ്ട് നിറയും. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും. നാളെ ഈ അടയാളം ഉണ്ടാകും. യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്തെ എല്ലായിടവും വന്നു. നായീച്ചയാൽ ദേശം നശിച്ചു. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു. അതിന് മോശെ, അങ്ങനെ ചെയ്തുകൂടാ. മിസ്രയീമ്യർക്ക് അർപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്യർക്ക് അർപ്പായുള്ളത് അവർ കാണുക ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ? ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം. അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അതിന് മോശെ, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും. നാളെ നായീച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും. എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. നായീച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി. എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴും ഫറവോ അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നില്ല. തന്റെ സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയാണ്. മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല, കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല. അവൻ അവന്റെ ഇഷ്ടത്തിന് അങ്ങ് മുന്നോട്ട് പോവുകയാണ്, ഈ ജനത്തെ വിട്ടയക്കുന്നില്ല. അപ്പൊ ഇവിടെയും യഹോവയല്ല ഫറവോയാണ് തന്റെ ഹൃദയം സ്വയം കഠിനമാക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് 6-ാമത്തെ സന്ദർഭം നോക്കാം. ഈ ഫറവോന്റെ ഹൃദയ കാഠിന്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 11 സന്ദർഭങ്ങളിൽ 6-ാമത്തെ സന്ദർഭം പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു, സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളയച്ചു. ഇസ്രായേലിയരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ. അപ്പോൾ ഫറവോ തന്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അന്വേഷിപ്പിക്കുന്നുണ്ട്, അന്വേഷിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷണ റിപ്പോർട്ട് ഫറവോന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ മോശയുടെയും അഹരോന്റെയും വാക്കുകൾ ശ്രദ്ധിച്ചില്ല. ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാതെ തന്റെ സ്വന്തം ഇഷ്ടത്തിന് അവൻ മുന്നോട്ട് പോവുകയാണ്. അവന്റെ വഴിയിലൂടെ തന്നെയാണ്, ദൈവത്തിന്റെ വഴി അവന് വേണ്ട. ഇപ്പോഴും യഹോവയല്ല ഫറവോ തന്നെത്താനാണ് തന്റെ ഹൃദയം കഠിനപ്പെടുത്തിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 അവസരങ്ങൾ യഹോവ ഫറവോന് നൽകി. 6 അവസരങ്ങൾ അവന് മാനസാന്തരപ്പെടാൻ, അല്ലെങ്കിൽ അവന് വിട്ടയക്കാൻ, ജനത്തെ വിട്ടയക്കാൻ 6 അവസരങ്ങൾ ദൈവം അവന്റെ മുമ്പാകെ
കൊടുത്തു. ഈ 6 പ്രാവശ്യവും അവൻ സ്വയം തൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് താൻ കൊടുത്ത തൻ്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട്, വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിന് അവൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഫറവോ ചെയ്തത് 6 അവസരങ്ങളിൽ. ഇനി നമുക്ക് 7ാമത്തെ സന്ദർഭം നോക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യം. പിന്നെ യഹോവ മോശയോടും അഹ്റോനോടും അടുപ്പിലെ വെണ്ണീർ കൈനിറച്ചു വാരുവിൻ. മോശെ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രയീം ദേശത്തെല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പാകെ നിന്നു. മോശെ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്രയീമ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. പുറപ്പാട് 9-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെ. ഈ 7ാമത്തെ സന്ദർഭത്തിലാണ് യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നത്. അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പോഴാണ്. മനസ്സിലായി? ഈ 7ാമത്തെ സന്ദർഭത്തിൽ ഇത് ബൈബിളിലുള്ള ദൈവത്തിന്റെ പ്രത്യേകതയാണ്. അനേകം മുന്നറിയിപ്പുകൾ ഒരാൾക്ക് കൊടുത്തിട്ടും ദൈവത്തെ അന്വേഷിക്കാനോ അനുസരിക്കാനോ ഒരാൾ മനസ്സ് വെക്കാതെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, അഥവാ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നാൽ, പിന്നെ ദൈവം തന്നെ അയാളുടെ ഹൃദയത്തെ കഠിനമാക്കാൻ തുടങ്ങും. അത് ബൈബിളിലെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നിരുന്നാലും ദൈവം വീണ്ടും ഒരവസരം കൂടി ഫറവോന് നൽകുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22 മുതൽ 35 വരെയുള്ള വാക്യം. പിന്നെ യഹോവ മോശയോട് മിസ്രയീം ദേശത്തെല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രയീം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കൽമഴ പെയ്യിച്ചു. ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രയീം ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു. കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു. പറമ്പിലെ വൃക്ഷത്തെ ഒക്കെയും തകർത്തു കളഞ്ഞു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല. അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹ്റോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. യഹോവയോട് പ്രാർത്ഥിപ്പിൻ. ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി. ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. മോശ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും. ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും, കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചണവും യവവും നശിച്ചുപോയി. യവം കതിരായും ചണം പൂത്തും ഇരുന്നു. എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാത്തത് കൊണ്ട് നശിച്ചില്ല. മോശെ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവയെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു, മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല. എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു. അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി. യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22 മുതൽ 35 വരെ. ദൈവം വീണ്ടും ഒരവസരം കൂടി ഫറവോന് നൽകിയെങ്കിലും അവൻ ഈ അവസരവും ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്രാവശ്യം ഫറവോ മാത്രമല്ല, ആരാണ്, അവന്റെ ഭൃത്യന്മാരും കൂടി തങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തുകയാണ് ഉണ്ടായത്. മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു. അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി എന്നാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഫറവോ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? യഹോവ നീതിയുള്ളവൻ, ഞാൻ പാപം ചെയ്തു, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാര്. നിങ്ങൾ യഹോവയോട് പ്രാർത്ഥിപ്പിൻ. ഈ കൽമഴയും തീയും ഇതൊക്കെ ഒന്ന് നിന്നാ മതി, ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കുകയില്ല എന്നാ പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ നിന്നെന്ന് കണ്ടപ്പോൾ അവനും അവന്റെ ഭൃത്യന്മാരടക്കം തങ്ങളുടെ ഹൃദയം കഠിനമാക്കി. ദൈവം കൊടുത്ത അവസാന അവസരമാണ്. ആ അവസാനത്തെ അവസരത്തിൽ അവൻ മാത്രമല്ലാതെ അവന്റെ ഭൃത്യന്മാരും കൂടി തങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ
ദൈവം മൊത്തം 7 അവസരം ഫറവോന് നൽകുകയുണ്ടായി. 7 അവസരം. ഈ 7 അവസരത്തിലും ഫറവോനും അവന്റെ ഭൃത്യന്മാരും തങ്ങളുടെ ഹൃദയം സ്വയം കഠിനപ്പെടുത്തുകയാണ് ചെയ്തത്. 7 അവസരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 അവസരം, പിന്നെ 7ാമത്തേത് ദൈവം കഠിനപ്പെടുത്തി, അത് കഴിഞ്ഞ് പിന്നെ ഒരു അവസരം കൊടുക്കുന്നു. അപ്പൊ മൊത്തം 6 + 1 = 7. 7 അവസരം. ബൈബിളില് സംഖ്യകൾക്ക് പ്രാധാന്യതയും പ്രത്യേകതയുമുണ്ട്. 7 എന്ന സംഖ്യ അത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ് 7. ഫറവോന് മാനസാന്തരപ്പെടാനുള്ള പൂർണ്ണമായ അവസരങ്ങൾ യഹോവ നൽകി. 7 അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അവസരമാണ്. എന്നാൽ എല്ലാ അവസരങ്ങളും അവൻ നിഷേധിച്ചു കളഞ്ഞു. അവൻ അവന്റെ ഇഷ്ടത്തിനാണ് മുന്നോട്ട് പോയത്. ദൈവത്തിന്റെ വഴി അവന് വേണ്ട. ആ വഴി അവൻ തള്ളിക്കളഞ്ഞു. മനസ്സിലായോ? മോശയും അഹ്റോനും ഒക്കെ അവന്റെ മുമ്പാകെ സംസാരിക്കുന്നത് അത് ദൈവത്തിന്റെ വചനങ്ങളാണ്, ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. അപ്പൊ ദൈവവചനമാണ് ഫറവോൻ കേൾക്കുന്നത്. ഓരോ പ്രാവശ്യവും മോശയും അഹ്റോനും വന്ന് അവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്, ദൈവവചനമാണ് കേൾക്കുന്നത്. ഓരോ പ്രാവശ്യവും അവരെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് മോശയെയും അഹ്റോനെയും മാത്രമല്ല, അവരിലൂടെ വന്ന ദൈവ ശബ്ദം, ദൈവവചനം ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ ദൈവത്തെ തന്നെയാണ് അവൻ ശ്രദ്ധിക്കാതെ വിടുന്നത്. ദൈവത്തെയാണ് തള്ളിക്കളയുന്നത്, ദൈവത്തെയാണ് നിഷേധിച്ച് കളയുന്നത്, ദൈവത്തെയാണ് അവൻ നിരസിക്കുന്നത്. ദൈവത്തെ തന്നെ തുടർച്ചയായി തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഇതിനു ശേഷമുള്ള 3 സന്ദർഭങ്ങളിലും യഹോവയായ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വേദഭാഗം. അപ്പോൾ യഹോവ മോശയോട്, നിലത്തിലെ സകല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രയീം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ തന്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്ന് മിസ്രയീമിന്റെ അതിർക്കകത്ത് ഒക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല. അത് ഭൂതലത്തെ ഒക്കെയും മൂടി, ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു. മിസ്രയീം ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല. ഫറവോൻ മോശയെയും അഹ്റോനെയും വേഗത്തിൽ വിളിപ്പിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എന്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മാരണം എന്നെ വിട്ട് നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ചു. അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടുകളഞ്ഞു. മിസ്രയീം രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നു, യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഇത് എപ്പോഴാണ്? 7 അവസരം കൊടുത്തതിന് ശേഷമാണെന്ന് ഓർക്കണം. അല്ലാണ്ട് ആരംഭത്തിലേ അല്ല കേട്ടോ. തുടക്കത്തിലേ തന്നെ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയതായിരുന്നെങ്കിൽ യഹോവയെ കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. 7 അവസരം ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞ പരിപൂർണമായ അവസരം. 7 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണതയെ കുറിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ പരിപൂർണമായ അവസരം അവന് കൊടുത്തു ഈ ജനത്തെ വിട്ടയക്കാൻ, അവന് മാനസാന്തരപ്പെടാൻ കൊടുത്തതാ. പക്ഷെ അവൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല, അവൻ തന്റെ വഴിക്ക് പോയി. അതുകൊണ്ട് തന്നെ ദൈവം പിന്നെ അവന്റെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. അപ്പോഴും അവൻ മാറ്റമൊന്നുമില്ല. ദൈവ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് അവൻ തന്റെ ഇഷ്ടത്തിന് പോവുകയാണ്. ഇനി പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 21 മുതൽ 29 വരെ അടുത്ത വേദഭാഗം അതാണ്. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ. നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതിന് മോശ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരണം. ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിച്ചുകൂടാ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി, അവനെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല. ഫറവോൻ അവനോട്,
എൻ്റെ അടുക്കൽ നിന്ന് പോക, ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക, എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശെ, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 29 വരെ. ഇതാണ് ഫറവോനും മോശയും മിസ്രയീം ദേശത്ത് വെച്ചിട്ട് നേർക്കുനേർ കാണുന്ന അവസാന സന്ദർഭം. ഫറവോൻ തന്നെ പറഞ്ഞു, ഇനി നീ എൻ്റെ അടുക്കലേക്ക് വരികയോ വേണ്ട, എന്റെ മുഖം കാണണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു അർത്ഥം, നിന്റെ വാക്കൊന്നും എനിക്ക് കേൾക്കേണ്ടതാണ്, നീ എന്നോട് ഒന്നും പറയാൻ നിൽക്കണ്ട, എൻ്റെ മുഖം നീ ഇനി കാണുകയും വേണ്ട, തള്ളിക്കളയാണ്. ഇതിനു മുമ്പ് ഫറവോ അത് പറഞ്ഞില്ല, ഇപ്പോഴാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യഹോവ അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്. ഇനി എൻ്റെ മുഖം നീ കാണരുത്, ഇനി എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത് ഹൃദയം കഠിനമാക്കിയത് കൊണ്ടാണ്. ഇതിനു ശേഷം നമുക്കറിയാം ആദിജാതന്മാരുടെ സംഹാരവും പെസഹ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള ഇസ്രായേൽ ജനത്തിന്റെ വിടുതലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ആദിജാതന്മാര് കൊല്ലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വായിക്കുന്നത് കുണ്ടറയിൽ കിടക്കുന്നവന്റെ ആദിജാതം മുതൽ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദിജാതം വരെ കൊല്ലപ്പെട്ടു, എല്ലാവരും ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യമേ തന്നെ വിട്ടയച്ചാൽ മതിയായിരുന്നു. 400 വർഷം ഇവരവിടെ അന്യായമായി അടിമകളാക്കി. ഇവര് എന്തെങ്കിലും ദോഷം ഈജിപ്തിൽ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. യോസേഫ് മുഖാന്തരം ഇവർക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ക്ഷാമകാലത്ത് ഈ മിസ്രയും സമ്പൽ സമൃദ്ധിയിലായിരുന്നു. അതിന്റെ കാരണം ആരാ? യോസേഫാണ്. യോസേഫ് അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തു. 7 വർഷത്തെ ആ സമ്പൽ സമൃദ്ധിയുടെ കാലത്ത് ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് സംഭരിച്ചു വെച്ചത് കൊണ്ട് പിന്നെയുള്ള 7 വർഷത്തെ ക്ഷാമകാലത്ത് സുഭിക്ഷമായി. ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്ക് വരെ, അവിടെയുള്ള ജനങ്ങൾക്ക് വരെ അവർ ധാന്യം വിറ്റിരുന്നു. അതുകൊണ്ടാണല്ലോ യാക്കോബ് തന്റെ മക്കളെ അയക്കുന്നത് ധാന്യം വാങ്ങാൻ. ഈജിപ്തിൽ ധാന്യം ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് അയക്കുന്നത്. ചുറ്റുപാടുള്ളവരൊക്കെ വന്ന് ധാന്യം വാങ്ങി, വെറുതെ അല്ല, പണത്തിനാണ്. അന്ന് മിസ്രൈമും ബഹുസമ്പന്നരായി തീർന്നതിന്റെ പ്രധാന കാരണം യോസേഫിന്റെ ഈ ബുദ്ധിയാണ്. അപ്പൊ യോസേഫ് മുഖാന്തരം അത്രയും നന്മ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയും ഉണ്ട് കുറെ നന്മകൾ. ദൈവാനുവദിക്കുകയാണെങ്കിൽ ഈ ആദിജാതന്മാരുടെ സംഹാരം എന്നുള്ള വിഷയത്തിലെ വീഡിയോ ചെയ്യുമ്പോൾ അത് വിശദീകരിച്ച് പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ യോസേഫിന്റെ ജനമാണ് ഇവര്. ഇത് വേറെ ഡൈനാസ്റ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 20-ാം രാജവംശമാണ്. ഈജിപ്തിലെ 20-ാം രാജവംശമാണ് ഇപ്പോൾ ഉള്ളത്. ഈ യോസെഫിന്റെ കാലത്തുണ്ടായിരുന്നത് 13-ാം രാജവംശമായിരുന്നു. രാജവംശം മാറി വന്നെങ്കിലും അവർക്കറിയാമല്ലോ ഈ ചരിത്രമൊക്കെ. അവരുടെ ആർക്കൈവ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈബ്രറിക്കകത്ത് ഈ ദിനചര്യകൾ എഴുതി വെച്ചിട്ടുണ്ട്. ദിനവൃത്താന്തങ്ങൾ. ആ ദിനവൃത്താന്തങ്ങളിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കും. അപ്പൊ ഇവർക്ക് അറിയാത്തതൊന്നുമല്ല. എന്നിട്ടും 400 വർഷം ആ ജനത്തെ അന്യായമായി പീഡിപ്പിച്ചു. ഇനിയെങ്കിലും വിട്ടയക്കാമെന്നല്ല ചിന്തിച്ചത്, വിട്ടയക്കാതിരുന്നു. ഓരോ പ്രാവശ്യവും ചെറിയ ചെറിയ ഇതാണ് ആദ്യം തുടങ്ങുന്നത്. വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി തീരുന്നു. പിന്നെ മറ്റവരുടെ വടികളെ വിഴുങ്ങിക്കളയുന്നു. ആർക്കും ജീവഹാനി എന്ന് പറയാനൊന്നുമില്ല. അപ്പോഴേ വിട്ടയക്കാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം, നിലത്തിലെ ഈ നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കുന്നതായാലും, തവള വരുന്നതായാലും, നയിച്ച വരുന്നതായാലും, നിലത്തെ പൊടി പേനായി തീരുന്നതായാലും, ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോഴും മനുഷ്യന്റെ ജീവന് ഹാനിയൊന്നും വരാത്ത സംഭവങ്ങൾ ആദ്യമൊക്കെ. പക്ഷെ ഓരോ പ്രാവശ്യം അവൻ സ്വയം തന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ആദിജാതന്മാരെ സംഹരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത്ര കടുത്തൊരു നടപടിയിലേക്ക് ദൈവത്തിന് പോകേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും ചെങ്കടലിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ദൈവം അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ചെങ്കടൽ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ ആഫ്രിക്കയെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വേർപെടുത്തുന്ന ഉൾക്കടലാണ്. 2250 കിലോമീറ്റർ നീളവും ശരാശരി 290 കിലോമീറ്റർ വീതിയും 610 മീറ്റർ ആഴവും ചെങ്കടലിനുണ്ട്. ഏതൻ ഉൾക്കടൽ മുതൽ സൂയസ് ഉൾക്കടൽ വരെ അത് നീണ്ടു കിടക്കുന്നു. ഈ ചെങ്കടലിന്റെ വടക്ക് ഭാഗം നിങ്ങൾ മാപ്പ് നോക്കിയാൽ കാണാം. മുകളിലെ ഭാഗം വടക്ക് ഭാഗത്ത് അത് 2 ശാഖകളായിട്ട് പിരിയുന്നുണ്ട്. പടിഞ്ഞാറ് 320 കിലോമീറ്റർ നീളമുള്ള സൂയസ് ഉൾക്കടൽ അത് അറേബ്യയെ ഈജിപ്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് സൂയസ് കനാലിൽ എത്തുന്നു. സൂയസ് കനാൽ പിന്നീടാണ് പണിയുന്നത്. ആദ്യം കനാലില്ല, സൂയസ് ഉൾക്കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് വശത്തുള്ളത് അല്ലെങ്കിൽ വലത്തുവശത്തുള്ള ആ കൈവഴി അതേതാണ്ട് 160 കിലോമീറ്റർ നീളമുണ്ട്. അതിന് അക്വാബ ഉൾക്കടൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അക്വാബ ഉൾക്കടൽ സീനായ് ഉപദ്വീപിനെ അറേബ്യയിൽ നിന്നും വേർതിരിക്കുന്നു. അങ്ങനെയാണ് രണ്ടെണ്ണം ഉള്ളത്. അപ്പൊ ഇതിലെ സൂയസ് ഉൾക്കടലിന്റെ ഭാഗത്തേക്കാണ് ഇസ്രായേൽ ജനം പോകുന്നത്. ആ ചെങ്കടലിന്റെ തീരത്ത് സൂയസ് ഉൾക്കടലാണ്. മറ്റേ വിശാലമായ ചെങ്കടലല്ല, ഉൾക്കടലാണ്. അപ്പൊ ആ സൂയസ് ഉൾക്കടലിന്റെ ആ തീരത്ത് ഇസ്രായേൽ ജനം
അവിടെ പാളയം ഇറങ്ങാനാണ് ദൈവം കൽപ്പിക്കുന്നത്. ഞാൻ ആ ഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അവർ അങ്ങനെ ചെയ്തു. ജനം ഓടിപ്പോയി എന്ന് മിസ്രയീം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സ് മാറി. ഇസ്രായേല്യരെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്നവർ പറഞ്ഞു. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിലെ ബാൽസഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ. അപ്പൊ ഈ ഭാഗത്തും യഹോവയാണ് ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത് എന്ന് നമ്മൾ കാണുന്നു. ഇതാണ് അവസാന ഭാഗം. ഇതാ എന്തിനു വേണ്ടി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറവോന്റെ നാശത്തിന് വേണ്ടിയാണ്. അവനും അവന്റെ ഭൃത്യന്മാരും ചെങ്കടലിൽ മുങ്ങി മരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ ഹൃദയം കഠിനമാക്കിയത്. ഇത് ബൈബിളിലുള്ള ദൈവത്തിന്റെ സ്വഭാവമാണ്. ഒരു മനുഷ്യന് വേണ്ട ഉപദേശങ്ങൾ നൽകിയിട്ടും അവൻ അതൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ, അവന് മാനസാന്തരപ്പെടാനുള്ള പൂർണ്ണമായ അവസരങ്ങൾ ധാരാളം കൊടുത്തു കഴിഞ്ഞിട്ടും അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാതെ സ്വന്തം വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ പിന്നെ ദൈവം അവനെ അവന്റെ സ്വന്തം വഴിക്ക് നടക്കാൻ അനുവദിക്കും. ആ വഴി അവനെ നാശത്തിലായിരിക്കും കൊണ്ടെത്തിക്കുക. പിന്നെ അവൻ സത്യം വിശ്വസിക്കുകയില്ല, അസത്യത്തിന് മാത്രമേ ചെവി കൊടുക്കുകയുള്ളൂ. സദൃശവാക്യങ്ങൾ 14-ന്റെ 12-ലും 16-ന്റെ 25-ലും ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. സദൃശവാക്യങ്ങൾ 14-ന്റെ 12-ഉം 16-ന്റെ 25-ഉം. തോന്നുകയാണ്, മനസ്സിൽ തോന്നുകയാണ്, ഇത് കൊള്ളത് നല്ല വഴി, ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് പോകാം, ഇതാ നല്ലത് എന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് മരണവഴിയാണ്. മരണത്തിൽ എത്തും, നാശത്തിലെത്തും. ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് സ്വന്തം വഴിയിൽ മുന്നോട്ട് പോകുന്ന ഏതൊരു മനുഷ്യനെയും കാത്തിരിക്കുന്നത് നാശം മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ ഉപദേശത്തെ തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുകയും ദൈവം പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്താൽ നിങ്ങൾ ചെന്നെത്തുന്നത് നാശത്തിലായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. ഒരാള് തന്റെ വചനം കേൾക്കുന്നില്ല, തന്റെ ഉപദേശം കേൾക്കുന്നില്ല, അത് നിരസിക്കുന്നു. തന്റെ ഉപദേശം പറയാൻ വേണ്ടി താൻ അയക്കുന്ന ആൾക്കാരെ തുടർമാനമായി നിരസിച്ചു കളയുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വന്തം ഇഷ്ടത്തിനെ അങ്ങോട്ട് വിടും ദൈവം. മനസ്സിലായ? പിന്നെ അവന് സത്യം വിശ്വസിക്കാനേ തോന്നില്ല. സത്യമായത് കേട്ട് കഴിഞ്ഞാൽ അവന് വിശ്വസിക്കാൻ തോന്നില്ല. അവൻ പിന്നെ അസത്യമായതിന് ചെവി കൊടുക്കും. അസത്യമായ കാര്യങ്ങൾ സത്യമാണെന്ന് അവന് തോന്നും, അവനത് വിശ്വസിക്കാൻ തുടങ്ങും. ആ രീതിയിലേക്ക് അവൻ മാറും. അങ്ങനെ ഉണ്ടാവുക. ഇത് പുതിയ നിയമത്തിന്റെ ഉപദേശം കൂടിയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞത് ഈ ഫറവോന്റെ കാര്യത്തിൽ മാത്രമല്ല, ദൈവം മാറ്റമില്ലാത്തവനാണ്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം മാറ്റമില്ലാത്തവനാണ്. മനസ്സിലായോ? ഇപ്പൊ ഫറവോന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പുതിയ നിയമത്തിലും ഇത് തന്നെയാണ്. അനുഗ്രഹീത അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ. ഇത് പുതിയ നിയമത്തിന്റെ ഉപദേശമാണ്. സത്യത്തിൽ വിശ്വസിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ തന്നിട്ടും അനീതിയിൽ രസിക്കേണ്ടതിന് വേണ്ടി സത്യത്തെ തിരസ്കരിക്കുന്നത് തുടർക്കഥയാക്കിയാൽ അവന് പിന്നെ സത്യം തിരിച്ചറിയാൻ കഴിയാതെ ഭോഷ്ക് മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യാജത്തിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിക്കുവാൻ ദൈവം ഇടയാക്കും.
മനസ്സിലായോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം പേരെ ഞാനിത് കണ്ടിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവമാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ പലരും ആ പേര് കേട്ടിട്ടുണ്ടാവും, സ്ഥലപ്പേര് കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം. എംബർ ഇമ്മാനുവൽ എന്ന് പറയുന്ന സിയോൻ എന്നൊക്കെ പറയുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ് അവിടെയാണ് ഉള്ളത്, ഞങ്ങളുടെ നാട്ടിലാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, അതായത് 10-26 കൊല്ലം മുൻപ് ഞാൻ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവിടെ ഉള്ളത്, മുരിയാട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളും പിന്നെ റോമൻ കത്തോലിക്കരുമാണ്. വേറെ ആൾക്കാരൊന്നുമില്ല, മുസ്ലിങ്ങളൊന്നും ആ ഏരിയയിലില്ല. ഞാൻ പഠിച്ചു വളർന്നതൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിലാണ്, കൊടുങ്ങല്ലൂരാണ്. എന്നാൽ എൻ്റെ നാട് എന്ന് പറയുന്നത് മുരിയാടാണ്. അപ്പോൾ അവിടെ ഇല്ല. ഈ രണ്ടു കൂട്ടരും മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. ക്രിസ്ത്യാനികൾ റോമൻ കത്തോലിക്കരും മാത്രം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്കരാണെന്നാണ്. ബാക്കി വിഭാഗങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല, മറ്റു കൂട്ടരുണ്ടെന്ന് അറിയില്ല. റോമൻ കത്തോലിക്കരെന്ന് മാത്രം ഞാൻ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള നമുക്ക് പരിചയമുള്ള ചില അടുത്ത സ്നേഹിതന്മാരായ ചില റോമൻ കത്തോലിക്കരോടൊക്കെ ഞാൻ സുവിശേഷം പറഞ്ഞു. എടാ, രക്ഷിക്കപ്പെടണം, അത് അങ്ങനെ ഒരു കാര്യമുണ്ട്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. വെറുതെ ഇങ്ങനെ നടക്കലല്ല, യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം, എന്നിട്ട് ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്നെ പുച്ഛിക്കുകയാണ് ചെയ്തത്. എന്നെ പരിഹസിച്ചു. എന്നോട് പറഞ്ഞു, നീ ഒരുത്തൻ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്ന, ഞങ്ങളൊക്കെ 2000 കൊല്ലമായിട്ട് കൂടെ ഉണ്ടടാ, ഞങ്ങളൊക്കെ ഇതാ, നീ ഒരു പുതുക്രിസ്ത്യാനി, പുതുക്രിസ്ത്യാനി. ഇപ്പൊ ക്ലബ് ഹൗസിലും കുറെ പേര് എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്, ജയ്മോൻ ജെ ജോയി അടക്കം എന്നെ വിളിക്കുന്നുണ്ട്. ഇവരൊക്കെ പുതുക്രിസ്ത്യാനി, ഞങ്ങളെ പാരമ്പര്യമുള്ള ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ച് ക്ലബ് ഹൗസിൽ ഇപ്പൊ അത് കേൾക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് വീണ്ടും കേൾക്കാൻ തുടങ്ങിയത്. രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ അത് കേട്ടില്ല, പിന്നെ ഇപ്പോഴാണ് അതൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഏതായാലും അന്ന് തന്നെ പുച്ഛിച്ച് കളഞ്ഞ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കുന്ന റോമൻ കത്തോലിക്കരുണ്ടല്ലോ, അവരിൽ പലരും ഇന്ന് ഈ എംബർ ഇമ്മാനുവൽ എന്ന് പറയുന്ന സിയോൻ കൾട്ട് വിശ്വാസികളാണ്. ഞാനൊക്കെ പലവട്ടം സുവിശേഷം പറഞ്ഞപ്പോഴും ഒരു മടിയില്ലാതെ തള്ളിക്കളഞ്ഞ ടീമുകൾ. ദൈവം എന്ത് ചെയ്തു? പിന്നെ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് അവരുടെ ഹൃദയത്തെ മാറ്റി എന്നുള്ളതാണ്. അവരവരുടെ ഇഷ്ടത്തിന് വിട്ടു, അങ്ങനെ വിട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു സിയോൻ എംബർ ഇമ്മാനുവൽ എന്ന് പറയുന്ന സിയോൻ കൾട്ട്. അവർ പറയുന്നത് ബോഷ്കാണ്. ബോഷ്ക്ക് അത് ബൈബിൾ അറിയാവുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, വെറും വ്യാജമാണത്. പക്ഷേ ആ വ്യാജം കേട്ട ഉടനെ അത് വിശ്വസിക്കത്തക്കവണ്ണം മറ്റേ ടീമുകളുടെ മനസ്സ് റെഡി ആയിരുന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫറവോന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും അതങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. വാസ്തവത്തിൽ ഇത് തന്നെ ഒരു ശിക്ഷയാണ്, ഒരു ന്യായവിധിയാണ്. ന്യായവിധി വരേണ്ടതിനെന്ന് പറയുന്നുണ്ട്, ഇതൊരു ന്യായവിധിയാണ്. ഒരിക്കലും സത്യം തിരിച്ചറിയാൻ ഇടയാകാതെ അസത്യത്തിൽ തന്നെ മരണം വരെ കഴിയേണ്ടി വരിക എന്നുള്ളത് ശിക്ഷയല്ലെങ്കിൽ പിന്നെ വേറെ എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സത്യം തിരിച്ചറിയാനേ പറ്റുന്നില്ല. എത്ര പ്രാവശ്യം സത്യം കേട്ടാലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. അസത്യമായ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ചാടിക്കേറി വീണ് അതിൽ വിശ്വസിക്കുകയും ചെയ്യും. അതൊരു ശിക്ഷയാണത്. ഇത് സുവിശേഷം കേൾക്കുന്ന, സുവിശേഷം പലവട്ടം കേട്ടിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തി, നിരീശ്വരവാദിയാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, അതല്ല നാമധേയ ക്രൈസ്തവരാകട്ടെ, ആരുമാകട്ടെ, സുവിശേഷം നിങ്ങൾ പലവട്ടം കേട്ടിട്ടും അതിന് ചെവി കൊടുക്കാതെ, അതനുസരിക്കാതെ നിങ്ങളത് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരുന്നാൽ പിന്നെ ദൈവം അടച്ചു കളയും. പിന്നീട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. രവീന്ദ്രന്റെ പ്രസംഗം എന്തോരം ബോഷ്കാ രവീന്ദ്രൻ പറയുന്നത്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം അത് എക്സ്പോസ് ചെയ്ത് രവീന്ദ്രന്റെ ഒക്കെ എത്രമാത്രം നുണകളാണ്. പക്ഷെ ചാടിക്കേറി വിശ്വസിക്കുകയാണ്. രവീന്ദ്രൻ പറയുന്നത് സത്യം 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 എന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കേറി വിശ്വസിക്കുക. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി, ഒന്ന് ഗൂഗിൾ പരതിയാൽ മതി. ആ പറയുന്നതിന്റെ ആ വിഡ്ഢിത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ, നുണകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെട്ടു വരും. പക്ഷെ ചെയ്യാൻ തോന്നില്ല, ചാടിക്കേറി വിശ്വസിക്കുക. ആ അവസ്ഥയിലേക്ക് എത്തും. അതാണ് ദൈവഹൃദയം കഠിനമാക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ആ ദൈവഹൃദയം കഠിനമാക്കും എന്ന് പറയുന്നതിന്റെ നല്ല ഒരു നിർവചനം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 81 സങ്കീർത്തനത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ. അപ്പോൾ മനസ്സിലാവും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവം ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് കയറി അവന്റെ മനസ്സിനെ അങ്ങോട്ട് കഠിനപ്പെടുത്തി വെക്കുന്ന പരിപാടിയല്ല ഇത്. ദൈവഹൃദയം കഠിനമാക്കും എന്ന് പറയുന്നത് അങ്ങനത്തെ സംഭവം അല്ല എന്ന് ആ വേദഭാഗം വായിച്ചാൽ മനസ്സിലാവും. ഞാനത് വായിക്കാം. സങ്കീർത്തനം 81ന്റെ 11, 12 വാക്യങ്ങൾ. ഇത് ഇസ്രായേലിന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇസ്രായേലിന്റെ ഹൃദയം, തന്റെ ജനമായ ഇസ്രായേലിന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയതാണ്. ഞാനത് വായിക്കാം.
എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. ദൈവം പറയാണ്, എൻ്റെ ജനം, ഇസ്രായേൽ ജനം എന്നെ കൂട്ടാക്കിയില്ല, എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, എന്നെ കൂട്ടാക്കിയില്ല. അതായത് ഈ ജനം തെറ്റിപ്പോയ സമയത്ത് ദൈവം പ്രവാചകന്മാരെ അവരിലേക്ക് അയക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക്, യഹൂദിയയിലേക്ക്, രണ്ടിടത്തേക്കും ദൈവം പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരുടെ വാക്കുകൾ ഇവർ കേൾക്കുന്നില്ല. പ്രവാചകന്മാര് സംസാരിക്കുന്നത് എന്താ? ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന് പകരക്കാരായി നിന്ന് സംസാരിക്കുകയാണ് പ്രവാചകന്മാര്. ഈ പ്രവാചക ശബ്ദത്തിന് അവർ ചെവി കൊടുക്കുന്നില്ല. അവർ പ്രവാചകന്മാരെ തള്ളുന്നു, അർത്ഥാൽ ദൈവത്തെ തന്നെ തള്ളുന്നു. പണ്ട് ഫറവോ മോശയെയും അഹരോനെയും തള്ളിയത് ദൈവത്തെ തള്ളിയതിന് തുല്യമായതുപോലെ തന്നെയാണ് ഇത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ദൈവം എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ്? ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. മനസ്സിലായോ എന്താണ് ഹൃദയകാഠിന്യം എന്നുള്ളത്? ഓരോരുത്തൻ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന്, അതൊരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും ശരി, സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ദൈവം വിട്ടുകളയാണ്. പിന്നെ അവന് ഉപദേശിക്കാൻ ആളില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോശയോട് ഫറവോ പറയുന്നുണ്ട്, ഇനി നീ എന്റെ മുഖം കാണരുത്, എന്റെ അടുക്ക വരരുതെന്ന് പറയുന്നത്. ഇത് തന്നെയാണ്. ഒരാളെയും ദൈവം പിന്നെ അവന്റെ അടുക്കിലേക്ക് അയക്കില്ല, അവനൊരു ഉപദേശം കൊടുക്കുകയില്ല, ഒന്നുമില്ല. അവൻ അവന്റെ സ്വന്തം വഴിയിൽ തന്നെ പോകും. ആ വഴിയുടെ അറ്റം എന്ന് പറയുന്നത് മരണ വഴി, അത് നാശമാണ്. മനസ്സിലായോ? അപ്പൊ യഹോവ ഹൃദയം കഠിനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാളെയോ ഒരു സമൂഹത്തെയോ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കേണ്ടതിന് അനുവദിക്കുക എന്നതാണ്. മനസ്സിലായോ? അതാണ്. അവർക്ക് ഉപദേശം കൊടുക്കാൻ ദൈവം പിന്നെ ആരെയും അയക്കുകയില്ല. അവരുടെ പ്രവൃത്തികളിൽ തടസ്സമായിട്ട് ഒരിക്കലും ദൈവം നിൽക്കുകയില്ല. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം, എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ ദൈവം അവരെ വിട്ടുകൊടുക്കുന്നു. അതിന്റെ അവസാനം നാശത്തിലായിരിക്കും, മരണത്തിൽ. നമ്മൾ ഫറവോന്റെ കാര്യത്തിൽ അത് കണ്ടു. അപ്പൊ ഇതാണ് ദൈവം ഒരാളുടെ ഹൃദയം കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവനെ സ്വന്തം വഴികളിൽ നടക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. അവനെ ദൈവം തൻ്റെ വഴിയിലൂടെ നടത്തും. ദൈവം ഒരാളെ ദ്വേഷിക്കുന്നെങ്കിൽ അവനെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ ഒരാളെ ദ്വേഷിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറെയാ മനസ്സിലാക്കുന്നത്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ഇത് നല്ലൊരു ഉദാഹരണമുണ്ട്, യാക്കോബും ഏശാവും. ഈ ഏശാവിനെ ദൈവം ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. അങ്ങനെയാണ് വാക്യം നമ്മൾ കാണുന്നത്. ഇത് പലരും വിമർശനമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഏശാവിനെ ദ്വേഷിക്കുന്നു, എന്തിന്? ഒരു കാര്യമില്ലാതെ ഏശാവിനെ ദ്വേഷിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. ഏശാവിന്റെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഏശാവിനെതിരായിട്ട് ദൈവം എന്തെങ്കിലും ചെയ്തു എന്നൊന്നല്ല, അങ്ങനെയൊന്നുമല്ല. എന്താണ്? ഏശാവിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയോ അവന്റെ പ്രവൃത്തികൾക്ക് തടസ്സം നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. ഏശാവിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം ഇടപെട്ട് തടയുന്ന, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് തടയുന്ന കാര്യമൊന്നുമില്ല. അവന്റെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു. മനസ്സിലായോ? കാരണം അവന്റെ മനസ്സ് ഏത് വിധത്തിലുള്ളതാണെന്ന് ദൈവത്തിന് അറിയാം. അവൻ ഇതിനൊന്നും വില വെക്കുന്ന ആളല്ല. ജ്യേഷ്ഠാവകാശം വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. ജ്യേഷ്ഠാവകാശം അന്നത്തെ കാലത്ത് മൂത്തയാളായി ജനിക്കുക എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ആ അവകാശം പോലും ഒരു നേരത്തെ പായസത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചവനാണ്. അങ്ങനെയുള്ളവനാണ്. അപ്പൊ ദൈവത്തിന് അറിയാം ഇവൻ ഇങ്ങനെയുള്ളവനാണ്. അതുകൊണ്ടാണ് ദൈവം അവനെ ദ്വേഷിക്കുന്നു പറഞ്ഞത്. ദ്വേഷിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ മാനുഷിക രീതിയിൽ ഒരാളെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എതിരായിട്ട് ചിന്തിക്കുക, അയാൾക്കെതിരായി പ്രവർത്തിക്കുക, എപ്പോഴും ഇടം വലം തിരിയാതെ അയാൾക്ക് എതിര് നിൽക്കുക. ഇങ്ങനെയൊക്കെയാണ് മാനുഷികമായ രീതിയിൽ ഒരാളെ ദ്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ. ബൈബിൾ ആർത്ഥമല്ല കൊടുക്കുന്നത്. ഇവന്റെ വഴി ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവം അങ്ങനെ തന്നെ അവനെ വിട്ടു. അവന്റെ ഇതിലൊന്നും ഇടപെട്ടില്ല. ഏശാവ് ഒരു ദുർമാർഗിയായിരുന്നു. ദുർമാർഗി, വ്യഭിചാരിയായ മനുഷ്യൻ, അസാൻമാർഗിയായ മനുഷ്യൻ. പക്ഷെ അതുപോലും പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഏശാവിനെ അവഗണിച്ചു ദൈവം. അത്രമാത്രം അവൻ ചെയ്യുന്ന കാര്യമൊന്നും ഇതില്ല. അവന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഇവൻ അസാൻമാർഗിയായിരുന്നു. ഏശാവ് അസാൻമാർഗിയായിരുന്നു എന്നുള്ളത്, അധാർമ്മിയായിരുന്നു അവൻ. എന്താണ്, വ്യഭിചാരിയൊക്കെ ആയിരുന്നു എന്നുള്ളത് പുതിയ നിയമത്തിലാണുള്ളത്. പഴയ നിയമത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനകർത്താവാണ് പറയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. എബ്രായർ 12:15. നമ്മുടെ ഈ മലയാള പരിഭാഷ വായിച്ചാൽ ഏശാവ് അഭക്തനാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. കാരണം ആരും ദുർനടപ്പുകാരനോ എന്ന് പറഞ്ഞിട്ടൊരു കോമയുണ്ട്. ആ കോമ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ എന്ന് പറയുന്നത്. എന്നാൽ മൂലഭാഷയിൽ ഏശാവ് അഭക്തനാണെന്ന് മാത്രമല്ല
ദുർനടപ്പുകാരനും കൂടിയാണ്, അധാർമിക ജീവിതം നയിച്ച ആളാണ്, ഒരു വ്യഭിചാരിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷകൾ കൂടി പറയാം. ഇംഗ്ലീഷ് പരിഭാഷയിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്, രണ്ടുമാണ് എന്നുള്ളത്. ഡാർബിയുടെ ട്രാൻസ്ലേഷനിൽ എബ്രായർ 12:16 വാക്യമായിട്ടാണ് ഇംഗ്ലീഷിലുള്ളത്. ലെറ്റ് ദർ ബി എനി ഫോർണിക്കേറ്റർ. ഫോർണിക്കേറ്റർ നമുക്കറിയാം വ്യഭിചാരിയാണ്. ഓർ പ്രൊഫൈൻ പേഴ്സൺ, അല്ലെങ്കിൽ അശുദ്ധനായ ഒരു മനുഷ്യൻ. ആസ് ഏസാവ്, ഏസാവിനെ പോലെ വ്യഭിചാരിയോ അല്ലെങ്കിൽ അശുദ്ധനായ അഭക്തനായ ഒരു മനുഷ്യനോ ഒന്നും ആയിത്തീരരുതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ESV നോക്കിക്കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ, ദാറ്റ് നോ വൺ ഈസ് സെക്ഷുവലി ഇമ്മോറൽ ഓർ അൺഹോളി ലൈക്ക് ഏസാവ്. അപ്പൊ ഏസാവിനെ പോലെ സെക്ഷുവലി ഇമ്മോറലോ അല്ലെങ്കിൽ അൺഹോളിയോ അശുദ്ധനോ ആയിട്ടുള്ള അങ്ങനെ ആയി മാറിയിരുന്നു പറയുന്നത്. KJV-ല് ലെറ്റ് ദർ ബി എനി ഫോർണിക്കേറ്റർ ഓർ പ്രൊഫൈൻ പേഴ്സൺ ആസ് ഏസാവ്. ഇത് നമ്മൾ നേരത്തെ ഡാർബി ട്രാൻസ്ലേഷനിലും കണ്ടതാണ്, അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി NIV-ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സി ദാറ്റ് നോ വൺ ഈസ് സെക്ഷുവലി ഇമ്മോറൽ ഓർ ഈസ് ഗോഡ്ലെസ് ലൈക്ക് ഏസാവ്. സെക്ഷുവലി ഇമ്മോറൽ, അപ്പൊ ആ ലൈംഗികപരമായിട്ട് അധാർമിക ജീവിതം നയിച്ച, വ്യഭിചാരത്തിൽ മുഴുകി ജീവിച്ച, ദുർനടപ്പുകാരനായിരുന്ന, ദുർമാർഗിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏശാവ്. അപ്പൊ ഇവിടെയാണ് ഈ എബ്രായ ലേഖനത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിലാണ് ഏശാവ് അധാർമിക ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിൽ ഒരിടത്തും ഏശാവ് അസാൻമാർഗിയോ അധാർമികനോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത്രമാത്രം അവഗണിച്ചിരിക്കുകയാണ്. മനസ്സിലായി? ഏശാവിനെ അത്രമാത്രം അവഗണിച്ചു. അവന്റെ കാര്യത്തിൽ ഇടപെടുന്നേ ഇല്ല. ദൈവം അവനെ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുകയാണ് ചെയ്തത്. ദൈവം ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. മാനുഷിക രീതിയിൽ ഒരാളെ ദ്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ എന്താ ചെയ്യുക? എപ്പോഴും അയാളെ എതിർത്തുകൊണ്ടിരിക്കുക, അയാളെ നശിപ്പിക്കാൻ നോക്കുക, അയാളുടെ നന്മ ആഗ്രഹിക്കാതിരിക്കുക, അയാൾക്ക് എപ്പോഴും തിന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് മാനുഷിക രീതിയിൽ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാക്ക് വായിക്കുമ്പോൾ നമ്മളും അതിനെ മാനുഷിക രീതിയിലാണ് മനസ്സിലാക്കുക. ദൈവം എല്ലായ്പ്പോഴും ഏശാവിന് എതിര് നിൽക്കുകയായിരുന്നു. ഏശാവിന്റെ നന്മ അല്ല, തിന്മയാണ് ദൈവം ആഗ്രഹിച്ചത്, അതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും, ഏശാവിന് സാമ്പത്തികമായി ദൈവം ഏറ്റവും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഏശാവിനെ മാത്രമല്ല, ഏശാവിന്റെ സന്തതി പരമ്പരകളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നമുക്കറിയാം. യാക്കോബ് തിരിച്ചു വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അപ്പനെ പറ്റിച്ച് അനുഗ്രഹം വാങ്ങി ഓടിപ്പോയതാണ് അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഇവന് പേടിയുണ്ട്, ജ്യേഷ്ഠൻ തന്നെ കൊല്ലുമോ, ജ്യേഷ്ഠന് അവകാശപ്പെട്ട അനുഗ്രഹം താൻ തട്ടിയെടുത്തതല്ലേ, അപ്പൊ അതിന്റെ പേരിൽ തന്നെ കൊല്ലുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് യാക്കോബ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ കൂടെയുള്ള അപ്പൊ വലിയൊരു അന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് മൃഗമാണ്, കന്നുകാലികളാണ് സമ്പത്ത്, മൃഗസമ്പത്താണ്. അപ്പൊ വലിയ കന്നുകാലി കൂട്ടമായിട്ട് വരികയാണ്. അപ്പൊ അതിൽ നിന്ന് കുറെ കന്നുകാലികളെ തെരഞ്ഞെടുത്ത്, ആട്ടിൻകൂട്ടത്തിനെയൊക്കെ തെരഞ്ഞെടുത്ത് മുൻപേ തന്നെ വിട്ടിരിക്കുകയാണ്. യാക്കോബ് തന്നെ എതിരേറ്റ് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഏശാവ് തന്നെ എതിരേറ്റ് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് വിടുകയാണ്. അപ്പോൾ ഓരോന്നെ കാണുമ്പോൾ ഇത് അങ്ങേക്കുള്ള സമ്മാനമാണെന്ന് പറഞ്ഞ് ഇവിടെ എന്റെ അടുക്കൽ എത്തുമ്പോഴേക്കും അവന്റെ കോപം ശമിക്കും, തന്നെ അവൻ കൊല്ലുകയില്ല എന്നൊക്കെ വിചാരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏശാവ് വരുന്നു. ഏശാവ് വന്നിട്ട് യാക്കോബിനോട് ചോദിക്കുന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 33-ന്റെ 8-9 വാക്യങ്ങൾ. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്നവൻ ചോദിച്ചതിന് യജമാനൻ എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്നവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ യാക്കോബിനേക്കാളും അധികം സമ്പത്ത് ഏശാവിനുണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ട്, എനിക്കൊന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല, എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ. നീ എന്നെ പറ്റിച്ച് അപ്പന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും എനിക്ക് അവിടെ ദോഷമൊന്നും വന്നിട്ടില്ല, എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അതുകൊണ്ട് നിനക്കുള്ളത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിന്റെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക. അപ്പൊ ദൈവം അവനെ സാമ്പത്തികമായി അനുഗ്രഹിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏശാവിന്റെ മക്കളുടെ കാര്യം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഏശാവിന് ഏദോം എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഏശാവിന്റെ മക്കള് ഏദോമ്യർ എന്ന ആണ് അറിയപ്പെട്ടത്, ഏദോമ്യര്. ഒബദ്യാവിന്റെ പുസ്തകം മുഴുവനും, യിരെമ്യാവ് 49-ാം അധ്യായത്തിന്റെ 7 മുതൽ 22 വരെ, യെഹെസ്കേൽ 25-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ ഏശാവിന്റെ സന്തതികളായ ഏദോമ്യരെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ യോർദാനിലുള്ള പെട്ര എന്ന പ്രദേശത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതിസമ്പന്നരായിരുന്നു പെട്ര നിവാസികൾ. പെട്രയ്ക്കുള്ളിലേക്ക് ഒരു സൈന്യത്തിനും കടക്കാൻ പറ്റുമായിരുന്നില്ല. ഈ പെട്ര വലിയ പാറ തുറന്ന്, പാറയ്ക്കുള്ളിലാണ് ആ നഗരം ഉള്ളത്. അപ്പൊ അതിന്റെ അകത്തേക്ക് കടക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കവാടമാണ്. അതായത്
രണ്ട് മനുഷ്യർക്ക് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് രണ്ട് മനുഷ്യർക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്ത് ഒരാൾക്ക് തിങ്ങി ഞെരുങ്ങി കഷ്ടിച്ചൊക്കെ കടന്നു പോകാം. ചിലയിടത്ത് വീതിയുണ്ട്, പക്ഷെ ചിലയിടത്ത് എത്തുമ്പോൾ വളരെ വീതി കുറവാണ്. അങ്ങനെയുള്ള ഒരു വഴിയാണ് അതിനുള്ളിലേക്ക്. അപ്പൊ എത്ര വലിയ സൈന്യം, ലക്ഷക്കണക്കിന് വരുന്ന സൈനികർ വന്നാലും ശരി, ഇതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ ഈ ചെറിയ ഗ്യാപ്പിലൂടെ പോകണം. അങ്ങനെ പോയി കഴിയുമ്പോൾ എളുപ്പമാണ്, ഓരോരുത്തരായിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ ആ ഓരോ സൈനികനെയും വെട്ടിക്കൊല്ലാൻ ഇവിടെ നിൽക്കുന്നവർക്ക് എളുപ്പമാണ്. എത്ര വലിയ സൈന്യം വന്നാലും ഇതിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത്ര സുരക്ഷിതമായ സ്ഥാനത്താണ് ഉണ്ടായിരുന്നവര്. പിന്നീട് അതിനെ പിടിച്ചെടുക്കുന്നത് നെബൂഖദ്നേസറാണ്, ബുദ്ധി ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നത്. അത് വേറെ കാര്യം, നമ്മളെ വിഷയമല്ലല്ലോ. അപ്പോൾ ഇതിന്റെ അകത്ത് അവര് സുരക്ഷിതമായിട്ട് താമസിക്കുകയാണ് ഏദോമ്യര്. അതിനു മുമ്പ് ഈ പെട്രയിൽ വന്ന് താമസിക്കുന്നതിന് മുമ്പ് അവർ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ സെയീർ പർവ്വതത്തിലാണ്. അതും ആ ഏരിയ തന്നെയാണ്, ഇന്നത്തെ യോർദാനിൽ തന്നെയാണ് അതും ഉള്ളത്, സെയീർ പർവ്വതം. ഏശാവിന്റെ മക്കളെ ഈ സെയീർ പർവ്വതത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് വേറെ ആരുമല്ല, യഹോവ തന്നെയാണ്. മനസ്സിലായോ? ഞാൻ ഏശാവിനെ ദ്വേഷിക്കുന്നു എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് ഏശാവിന്റെ മക്കളെ കൊണ്ടുവന്ന് സെയീർ പർവ്വതത്തിൽ കുടിയിരുത്തിയത്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ മോശെ അക്കാര്യം പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. അവൻ സെയീരിൽ പാർക്കുന്ന ഏശാവിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹോര്യരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നുവരെയും പാർക്കുന്നു. അപ്പൊ ഹോര്യർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ് ഈ സെയീർ പർവ്വതത്തിൽ മുമ്പ് താമസിച്ചിരുന്നത്. അവരുടെ പാപം മുഴുത്തു വന്നപ്പോൾ, അവരുടെ അധാർമികത അങ്ങോട്ട് വളരെയധികമായി, താങ്ങാൻ പറ്റാത്തത്ര അധാർമിക ജീവിതത്തിലേക്ക് അവർ കൂപ്പുകുത്തി കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ മേൽ ന്യായവിധി നടത്തുകയാണ്. ആ ന്യായവിധി നടത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഏദോമിനെയാണ്. അതായത് കനാനിലെ അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഇസ്രായേൽ ജനത്തെ ഉപയോഗിച്ച് ദൈവം ന്യായവിധി നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവരെ റീപ്ലേസ് ചെയ്യാണ്, കനാനിയരെ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ ഇസ്രായേൽ ജനത്തെ കുടിയിരുത്തുന്നു. ഇതുപോലെ തന്നെയാണ് സെയീർ പർവ്വതത്തിലുണ്ടായിരുന്ന ഹോര്യരുടെ കാര്യത്തിലും. അവര് വളരെയധികം പാപികളായി തീർന്നു. അവരുടെ ധാർമ്മിക ജീവിതം അങ്ങ് മുഴുത്തു വന്നപ്പോൾ ദൈവം അവരെ റീപ്ലേസ് ചെയ്യുന്നു. ആരെ കൊണ്ട്? ഈ ഏദോമ്യരെ കൊണ്ട്, ഏശാവിന്റെ മക്കളെ കൊണ്ട്. അപ്പൊ ദൈവം ദ്വേഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് എന്തെങ്കിലും ദോഷം നിരൂപിച്ച് അങ്ങനെയുള്ളതൊന്നുമല്ല. അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്, അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതേ ഇല്ല. അവർക്ക് ഉപദേശങ്ങളോ കൽപ്പനകളോ ചട്ടങ്ങളോ പ്രമാണങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞ് വിടുകയാണ്. ഏതായാലും ഏദോമ്യര് വളരെ സമ്പന്നരായി തന്നെയാണ് വസിച്ചിരുന്നത്. ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമകളായി കഴിഞ്ഞിരുന്ന സമയത്തും, അത് കഴിഞ്ഞ് അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ആ കാലത്തും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ജനം പലപ്പോഴും വിദേശികളായ പല പല രാജാക്കന്മാർക്കും കീഴടങ്ങിയിരുന്ന അടിമകളായിരുന്ന കാലത്തുമൊക്കെ ഈ ഏശാവിന്റെ മക്കൾ സ്വതന്ത്രരായി ജീവിച്ചു വരികയായിരുന്നു. സെയീർ പർവ്വതത്തിൽ അവരുടെ സ്വന്തം പ്രദേശമാണ്, സ്വന്തം രാജ്യം. അതിൻ്റെ അകത്ത് അവർ സ്വതന്ത്രരായിട്ട് ജീവിച്ചു വരികയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ദൈവം ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏശാവിന് ദോഷം വരുത്തിയെന്നോ ഏശാവിനെ നശിപ്പിച്ചെന്നോ ഒന്നുമല്ല. ഏശാവിനെ അവന്റെ ഇഷ്ടത്തിന് വിട്ടു, അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയില്ല എന്ന് മാത്രമാണ്. എന്നാൽ യാക്കോബിന്റെ കാര്യമോ? ദൈവം ഏശാവിനെ ദ്വേഷിച്ചു എന്ന് മാത്രമല്ലല്ലോ, യാക്കോബിനെ സ്നേഹിച്ചു എന്നുകൂടി ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ദൈവം സ്നേഹിച്ച യാക്കോബിനോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്? നോക്കിയാൽ നല്ല രസമാണ്. യാക്കോബിന്റെ ഓരോ പ്രവൃത്തിക്കും അപ്പോൾ ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടുന്നുണ്ട്. മൂക്ക് കയറിട്ട് നടത്തുന്നത് പോലെയാണ് ദൈവം യാക്കോബിനെ നടത്തിയത്, തന്റെ വഴികളിലൂടെ നടത്തിയത്. അപ്പനെ പറ്റിച്ച് അനുഗ്രഹം തട്ടിയെടുത്ത് യാക്കോബ് ഓടിപ്പോകുന്നത് അമ്മ വീട്ടിലേക്കാണ്. അവിടെ അമ്മാവനായ ലാബാനെ ദൈവം ഏർപ്പാടാക്കിയിട്ടുണ്ട് യാക്കോബിന് ശിക്ഷിക്കുക, അല്ലെങ്കിൽ യാക്കോബിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടി അവനെ ശരിക്കും അങ്ങോട്ട് പരുവപ്പെടുത്തിയെടുക്കാൻ. 14 കൊല്ലമാണ് യാക്കോബിന്റെ ജീവിതത്തിലെ 14 കൊല്ലമാണ് ലാബാന് വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതിനുശേഷമുള്ള ഓരോരോ കാര്യങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട്. യാക്കോബ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം യാക്കോബിനെ ശിക്ഷിക്കും, വെറുതെ വിടുകയില്ല. മാത്രമല്ല ദൈവം തന്നെ ഇടപെട്ടിട്ട് പലപ്പോഴും തടയും. നീ അത് ചെയ്യരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. യാക്കോബിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല, ദൈവത്തിന്റെ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ്. എന്നാൽ ഏശാവിന്റെ കാര്യത്തിൽ യാതൊരു തടസ്സവും ദൈവം വയ്ക്കുന്നില്ല, അവനെ ശിക്ഷിക്കുന്നതുമില്ല. ഏശാവിനെ അവന്റെ ഇഷ്ടത്തിന് വിടുകയായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫറവോന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഫറവോനെ ആദ്യമൊക്കെ ഉപദേശിച്ചു, അവൻ ഉപദേശം കേൾക്കുന്നില്ല, അവന് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 7 അവസരം അവന് കൊടുത്തു, 7 വട്ടവും അവൻ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്യാണ്? ശരി, ഇനി മോശയെ പോലെ നിന്റെ അടുക്കലേക്ക് ഞാൻ അയക്കുന്നില്ല, ഒരാളും ഇല്ല, നിന്റെ ഇഷ്ടത്തിന് നീ അങ്ങോട്ട് പൊക്കോ. അവനെ അവന്റെ സ്വന്തം വഴികളിൽ നടക്കാൻ വിടുന്നു. അതാണ് ദൈവം ഹൃദയം കഠിനമാക്കുന്നു എന്ന് പറയുന്നത്.
ഫറവോന്റെ ആ വഴി അവസാനം നാശത്തിൽ ചെന്ന് എത്തുകയും ചെയ്തു. ഇതിലെങ്ങനെയാണ് ദൈവം കുറ്റക്കാരനാകുന്നത്? ചോദ്യം അതാണ്. ഇതിലെങ്ങനെ ദൈവം കുറ്റക്കാരനാകും? ഇവിടെയുള്ള നിരീശ്വരവാദികളോടും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ബൈബിൾ വിമർശകന്മാരായിരിക്കുന്ന ഹിന്ദുക്കളോടും നിരീശ്വരവാദികളോടും പിന്നെ ഇതേ കാര്യം വെച്ച് യഹോവയെ വിമർശിക്കുന്ന റോമൻ കത്തോലിക്കർ അടക്കമുള്ളവരോട് ചോദിക്കുകയാണ്, ഇതിലെങ്ങനെയാണ് ദൈവം കുറ്റക്കാരനാകുന്നത്? അത് പറ, എങ്ങനെയാ? ദൈവം അവന് വേണ്ടുന്ന അവസരം കൊടുത്തു, ഫറവോന് വേണ്ടുന്ന അവസരം കൊടുത്തു, അവൻ തള്ളിക്കളഞ്ഞു, അവൻ അവന്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോയി. അവസാനം ദൈവം എന്ത് ചെയ്യാണ്? അവന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. അതിന്റെ പേരിൽ ഈ ദൈവത്തിന് ഞാൻ പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളെ നിങ്ങൾ ബൈബിള് വല്ലപ്പോഴും ഒന്ന് വായിച്ചു നോക്കണം. ബൈബിൾ മാത്രം വായിച്ചുകൊണ്ട് ഇത് പിടികിട്ടണമെന്നില്ല. നിങ്ങൾ അതിന്റെ കമന്ററികളൊക്കെ ഒന്ന് നോക്കണം. ആരെങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ കാര്യമൊക്കെ, ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അപ്പോളജിസ്റ്റ് എന്നും പറഞ്ഞു വാ, മനസ്സിലായ? അല്ലാണ്ട് എക്കും ബുക്കും തിരിയാതെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അങ്ങാടി മരുന്നാണ്, പച്ചമരുന്നാണെന്നുള്ള വിചാരത്തിൽ നടക്കുന്ന നിങ്ങളൊക്കെ അപ്പോൾ ശരി, കുഴപ്പമില്ല, കത്തോലിക്ക അപ്പോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞോ, റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാണോ, കുഴപ്പമില്ല, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്നും പറഞ്ഞു വരാണ്ടിരുന്നാൽ മതി. അതിനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല. ബൈബിളിലെ ദൈവത്തിന് പട്ടിയുടെ വില കൊടുക്കുന്നു എന്ന് പറഞ്ഞ ടീം തന്റെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യുന്ന ഒരു ദൈവത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരുടെ ആഗ്രഹം അതാണ്. ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം, എന്റെ ഇഷ്ടത്തിന് നിൽക്കണം, എന്റെ താല്പര്യത്തിനനുസരിച്ച്. അല്ലാണ്ട് ദൈവത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല, അതെനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു ദൈവത്തെ അംഗീകരിക്കാൻ പറ്റില്ല. നിരീശ്വരവാദികളുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, ഇവരുടെയും പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഉണ്ണിയേശുവിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. ഉണ്ണിയേശു കുഞ്ഞല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് നിന്നോളും, കുഞ്ഞിന് എന്ത് വേണം നമുക്ക് ചെയ്യാം, എങ്ങനെ വേണം കൈകാര്യം ചെയ്യാം, കുഞ്ഞല്ലേ. പക്ഷെ അതിന്റെ അപ്പുറത്ത് പരമാധികാരിയായ സർവശക്തനായ ഒരു സോവറിജിൻ ഗോഡ്, എല്ലാത്തിന്റെ മേലും അധികാരമുള്ള, തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരും. ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ആ ദൈവത്തിന് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ഉഡായിപ്പും നടക്കുകയില്ല സുഹൃത്തെ, പറ്റുകയില്ല. ഈ ദൈവം സർവശക്തനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നിങ്ങൾക്ക് അവസരം തരും. ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. ഫറവോന് പരിപൂർണമായ 7 അവസരം കൊടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് കൃപായുഗമായതുകൊണ്ട് 7 അല്ല 70 അവസരം തന്നിരിക്കും. പക്ഷേ തുടർച്ചയായി അതെല്ലാം നിങ്ങൾ നിരസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് നിരീശ്വരവാദിയാകട്ടെ, അതല്ല ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, പരിണാമവാദികളാകട്ടെ, നാമധേയ ക്രൈസ്തവരാകട്ടെ, ആരുമാകട്ടെ, രക്ഷിക്കപ്പെടാത്ത ഏത് വ്യക്തിയും, പെന്തക്കോസ്ത് കുടുംബത്തിലോ ബ്രദറൻ കുടുംബത്തിലോ ജനിച്ചു വളർന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ശരി, രക്ഷിക്കപ്പെടാനുള്ള അവസരങ്ങൾ പലവട്ടം ദൈവം തന്നിട്ടും അത് നിങ്ങൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ദൈവം നിങ്ങളുടെ ഇഷ്ടത്തിന് വിടും. നിങ്ങൾക്ക് പിന്നെ സത്യം കേട്ടാൽ അത് മനസ്സിലാക്കാൻ തോന്നില്ല, അത് വിശ്വസിക്കാൻ തോന്നുകയില്ല. അസത്യമായ കാര്യങ്ങൾ കേട്ടാൽ അത് ചാടി കയറി വിശ്വസിക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. അതൊരു ശിക്ഷയാണ്, ഒരു ന്യായവിധിയാണ്. അങ്ങനെയുള്ള ഒരു ന്യായവിധി അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. അങ്ങനെയുള്ള ഒരു ന്യായവിധി അനുഭവിക്കാതിരിക്കാൻ ഇപ്പോ ഈ നിമിഷം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുക. കർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ആളല്ല. ഞാനൊരാളെ കർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കർത്തൃത്വത്തിന് ഞാൻ കീഴടങ്ങുകയാണ്. പിന്നെ എന്റെ ഇഷ്ടമല്ല, ആ വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ജീവിക്കണം. അതാണ് കർത്തൃത്വത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നത്. ആ വിധത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ദൈവത്തിന് വിധേയരാക്കി കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം, അതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനുവദിച്ചാൽ അടുത്ത വീഡിയോയുമായി വേഗം വരാൻ നോക്കാം. കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ദൈവം നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.